നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. തൃശ്ശൂർ സ്റ്റൈൽ ഗീ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ പപ്പ സ്റ്റൈലാണ്. പപ്പ ദേ ഇരുപശാല 1/2 കിലോ റൈസ് എടുത്ത് ഇത് റൈസ് എന്നാ ബോയിൽ ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്നു. ബോയിൽ ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അതിനുവേണ്ടി പപ്പ ഒരു ഇരുമ്പ് ചീൻചട്ടി നല്ല കുഴിവുള്ളത് അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു. അതിലോട്ട് എന്താ പപ്പ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്? ബട്ടർ. ബട്ടർ 100 ഗ്രാം ബട്ടർ. 100 ഗ്രാം ബട്ടർ ചൂടായി വരുന്ന ചീൻചട്ടിയിലോട്ട് ഇട്ടു. ഇനി ബട്ടറിന്റെ കൂടെ എന്നാ ചേർക്കുന്നത്? 2 സ്പൂൺ നെയ്യ്. 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. ഒരു സ്വല്പം ബട്ടറും ബട്ടർ ഉരുകിക്കൊണ്ടിരിക്കുന്നു. സ്വല്പം നെയ്യും കൂടെ ചേർത്തു. നന്നായിട്ട് ഉരുകി വരുന്നു. പിന്നെ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് എന്താ പപ്പ ഇട്ട് കൊടുക്കുന്നത്? ഹോൾ സ്പൈസ്. അതിനകത്ത് ഏലക്ക എത്ര എണ്ണാണ്? 2 ഏലക്കായും 4 കറിയാമ്പും കൂടെ സ്പൈസസ് ഇട്ട് കൊടുത്തു. അത് ലേശം കറുവാപ്പട്ടയും കൂടെ ഇടാൻ പോവുകയാണ്. അത് വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ചുവയ്ക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ഈ അനുപാതത്തിൽ വേണം. കറുവാപ്പട്ട എത്ര വേണം പപ്പ? ഒരു ചെറിയ കഷ്ണം മതി. കറുവാപ്പട്ട ഒരു കഷ്ണം മതി. ഇനി ഇതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. സവോള ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് സവോള, ഇത് 1/2 സവോളയേ ഉള്ളൂ അല്ലേ? 1/2 സവോള മതി. ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതാണ് ഗീ റൈസിന് വേണ്ടത്. അപ്പം അതിൻ്റെ പച്ചപ്പൊന്ന് വാടി വരട്ടെ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ശരിക്ക് വേകാൻ വേണ്ടി ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു. പച്ചപ്പൊന്ന് നന്നായിട്ട് മാറി കൊടുത്തു. 2-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതിനകത്തോട്ട് വെളുത്തുള്ളി മിക്സ് ചെയ്തു. ലേശ ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. ഈ സബോള ബ്രൗൺ കളറാണോ? ഒരുവിധം ബ്രൗൺ ആയാൽ മതി. വാടി വന്നാൽ മതി സബോള. മീഡിയം ഫ്ലെയിം വേണം ഇപ്പോൾ വെച്ച് കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്. 1/2 മുറി ടൊമാറ്റോ തക്കാളിക്ക ചോപ്പ് ചെയ്ത് ചേർക്കുവാണ്. 1/2 ചേർത്താൽ മതി. 1 ചേർത്താൽ പുളി കൂടും. ഗീ റൈസിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ ചേർക്കുമ്പം 1/2 കിലോ അരിക്ക് 20 ശാല അരിക്ക് 1/2 മുറി ടൊമാറ്റോ ചേർത്താൽ മതി. ഒത്തിരി ചേർക്കരുത് ടൊമാറ്റോ. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഗീ റൈസ് പ്രിപ്പറേഷൻ. ഇപ്പോൾ വാടി വരുന്നു. തക്കാളിക്ക് വാടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലോട്ട് അടുത്ത് എന്താ ഇപ്പോൾ ചേർക്കുന്നത്? നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് വാടി വരുന്നു. ഇതിലോട്ട് ഒരു ചെറിയ ബൗള് തൈര് ഒഴിച്ചു കൊടുക്കുന്നു. ചെറിയ ബൗളാണ്. ബൗളിൻ്റെ വലിപ്പം കണ്ടോ? ഒന്ന് കാണിച്ച്. ചെറിയ ബൗളാണ്. അതെ, ഈ ചെറിയ ബൗളിന് ഒരു ബൗള് തൈര് ഒഴിച്ചു കൊടുത്തു. ഇത് തിളച്ചുകൊണ്ട് കുഴപ്പമില്ലേ? ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തൈര് ചേർത്ത് അതിന് ശേഷം ഉപ്പ് ചേർത്ത് നല്ല ചൂടായി വരുന്നു. നന്നായിട്ട് തിളച്ച് വരുന്നു. 1 സ്പൂൺ നാരങ്ങാനീര് ചേർക്കുവാണ്. നാരങ്ങാനീര് 1 സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്തു. ഇനി 2 കപ്പ് അരിക്ക്. ഇത് 1/2 കിലോ അരിക്ക് എത്ര വെള്ളം? 3/4 കപ്പ് വെള്ളം വേണം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആനുപാതികമായിട്ടാണ്, റേഷ്യോ കണക്കാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് നമ്മൾ ചേർക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ആ ഒരു റേഷ്യോ അനുസരിച്ചാണ്. എത്ര അരി ഉണ്ടെങ്കിലും 2 കപ്പിന് 1:1. 1:1. അതായത് ഇപ്പോൾ ചേർക്കുന്ന ചൂടുവെള്ളമല്ലേ ഒഴിക്കുന്നത്? അല്ല, പച്ചവെള്ളമാണ്. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കപ്പിന് 1.5 കപ്പ് വെള്ളം. അങ്ങനെ
റേഷ്യോയിലാണ് രണ്ട് ചേർക്കുന്നത്. കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. 2 ചെറിയ കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം ചേർത്ത്. അപ്പോൾ വെള്ളം ചേർക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റൈസ് വേവുന്നതും അതിൻ്റെ ആ കറക്റ്റ് പാകം വരുന്നതും വെള്ളം ചേർക്കുന്ന അനുസരിച്ചാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ചെറിയ 2 കപ്പ് അരിയാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ അരിക്ക് 20 അരിക്ക് 3 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത്. ഈ വെള്ളം ചേർക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഈ റേഷ്യോയിലായിരിക്കണം കേട്ടോ. ഓക്കെ. ഈ വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ അരി ഇടുന്നത്. അത് ജീരകശാല റൈസ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ചെറിയ റൈസ് കേട്ടോ, ഇതുപോലെ ചെറിയ റൈസാണ്, വലിയ റൈസ് അല്ല. അപ്പോൾ ജീരകശാല റൈസ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നതാണ്. അപ്പം അതിൻ്റെ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതായത് 1/2 കിലോ ജീരകശാല റൈസ് ആണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ 3/4 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഇത് തിളച്ച് വരാൻ വേണ്ടി 3/4 ലിറ്റർ വെള്ളം. അതെ, ജീരകശാല 1/2 കിലോ റൈസ് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഉണ്ടോ, വെള്ളത്തിലോട്ട് ചേർത്തു. ഇനി നന്നായിട്ട് അവനെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നു നന്നായിട്ട്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം പിടിക്കാൻ വേണ്ടി. ഗീ റൈസ് അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് വേവായി വരുമ്പം വെള്ളം ശരിക്കും പറ്റുമ്പോഴല്ലേ വേവാകുന്നത്. വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ച് ദമ്മിടുന്നില്ല. ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. വെള്ളം ശരിക്കും പറ്റി കഴിയുമ്പോൾ നമ്മുടെ റൈസ് റെഡിയാവും. ചെറുതായിട്ട് നിങ്ങൾ കണ്ട ക്ലോസ് വ്യൂ ഞാൻ എടുത്തിരുന്നത്. വെള്ളം തിളച്ച് വരുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ അല്ലേ, എത്ര സമയം എടുക്കും ഇപ്പോൾ? ഇത് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഗീ റൈസ് റെഡിയാവും. ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പം അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നന്നായിട്ട് തിളച്ച് വരുന്നു. നമ്മളൊന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. വെള്ളം നന്നായിട്ട് വറ്റി ചോറ് തെളിഞ്ഞ് വരുന്നുണ്ട്. ചോറ് തെളിഞ്ഞ് വെന്താ വരുന്നത്. ജീരകശാല റൈസ് വളരെ സൂക്ഷിച്ച് വേണം ഇപ്പോൾ നമ്മൾ പാകം ചെയ്യാൻ. ഇവിടെയാണ് കൂടുതൽ വെന്ത് പോവുകയും ചെയ്യരുത്, വേവ് കുറഞ്ഞും പോയത്. കറക്റ്റ് പാകമായിരിക്കണം, എന്നാലേ ഉള്ളൂ ഗീ റൈസ് ശരിയാവുള്ളൂ. അപ്പം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഈ അരിയുടെ വേവ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുന്നു. വെള്ളം പറ്റി വരുന്നു. ചോറ് വലുതായി വരുന്നുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. പപ്പ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ സ്വല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റൈസിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ലേശം വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ സ്പെഷ്യൽ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഇനി അടുത്തത് ഇതിനകത്ത് ഗീ റൈസിനകത്ത് ചേർക്കാൻ പോകുന്നു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. 100 ഗ്രാം ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുവാണ്. അത് ശരിക്കും അങ്ങോട്ട് റൈസിനകത്തോട്ട് ശരിക്കും പിടിച്ച് നന്നായിട്ട് വെന്ത് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗീ റൈസിന് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചെറുതായിട്ട് ഇതുപോലെ വേണം ഹീറ്റ് ചെയ്തെടുക്കാൻ. ശരിക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് എടുക്കണം. ക്യാരറ്റ് നല്ല ജീരകശാല റൈസിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല മണം. അടിപൊളി ജീരകശാല റൈസ് റെഡിയായി വരുന്നു. ഗീ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് പപ്പ എസൻസുകളോ ഒരു ടേസ്റ്റിന് വേണ്ടി അജിനോമോട്ടോ ഒരു സാധനം, ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. വളരെ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ്. അതാണ് തൃശ്ശൂർ സ്പെഷ്യൽ ഗീ റൈസിൻ്റെ പ്രത്യേകത. അതുപോലെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പപ്പ. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇപ്പോൾ റെഡിയായോ പപ്പ? ഇപ്പോൾ നമ്മൾ ഇനി ഒരു 10 മിനിറ്റ് ഇതിനെ മൂടി ദമ്മ് ഇടുന്നില്ല, ദമ്മിൻ്റെ മാതിരി മൂടി വയ്ക്കും. അപ്പോൾ തന്നെ ഇരുന്ന് അത് ഓക്കെ. അപ്പോൾ പപ്പ ഇനി ഈ റൈസ് ദമ്മിൻ്റെ മാതിരി മൂടി വെക്കുവാണ്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തൃശ്ശൂർ ഗീ റൈസ് റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ ചാനൽ
കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കുക. ഇപ്പോൾ ഇത് ദം ചെയ്യാൻ വേണ്ടി മൂടി വെച്ചിരിക്കുന്നു. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറക്കുമ്പോൾ കാണിക്കും. റൈസ് മൂടി കട്ടിക്ക് വേണ്ടി വെയിറ്റ് വെച്ചിരിക്കുകയാണ്. ഇടിക്കല്ല് എടുത്ത് അതിന് മേളിൽ വെച്ചിരിക്കുകയാണ്. തീയും ഓഫ് ചെയ്ത് ഇനി പപ്പ എപ്പോഴാണ് നമ്മളിത് ഓൺ ചെയ്യുന്നത്? 10 മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം റെഡിയാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഗീ റൈസ് സെറ്റാവും. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് വിളമ്പി പപ്പ ടേസ്റ്റ് ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ടേസ്റ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അടച്ചു വെച്ചിരുന്ന വീറ്റുള്ള ഇടികല്ലെടുത്ത് മാറ്റുവാണ്. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. തൃശ്ശൂർ സ്പെഷ്യൽ പപ്പ സ്റ്റൈൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിനകത്തോട്ട് സവോള ഫ്രൈ ചേർക്കുന്നു. സവോള ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് അതിൻ്റെ മേളിലോട്ട് ഇടുന്നുണ്ട്. ഇനി മൂടി വെക്കുന്നുണ്ടോ? അല്ല, ഇനി ഇത് മിക്സ് ചെയ്യും. കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇനി കുറച്ച് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നെയ്യ് ചേർക്കുന്നു. നെയ്യ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യും. നെയ്യ് ചേർത്ത് പപ്പ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകണം. ഇതാണ് തൃശ്ശൂർ സ്പെഷ്യൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് വറുത്തെടുത്ത സവോള നല്ല ഗോൾഡൻ കളറാക്കി അതും ഇച്ചിരി ഗീയല്ല ഒഴിച്ചിരിക്കുന്നത്. ഗീയും കൂടെ ഒഴിച്ച് ഫൈനൽ ടച്ചിലാണ് പപ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, നല്ല സ്മെല്ല് ജീരാ റൈസിൻ്റെ. ആഹാ, ജീരക റൈസിൻ്റെ നല്ല മണം, അടിപൊളി സ്മെല്ലാണ്. സൂപ്പർ ഗീ റൈസ്, അടിപൊളി. നിങ്ങൾക്ക് ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ ഇൻബോക്സിൽ കമൻ്റ് അയക്കണേ. അടിപൊളിയായിട്ട് പപ്പ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കും. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ക്ലോസ് വ്യൂ എടുക്കുന്നു. അടിപൊളി.